ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദിമ ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമായിരുന്ന ഇപ്പോൾ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ആധുനിക തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യ മൈനറിന്റെ മണ്ണിലൂടെയുള്ള ഷെക്കീന ന്യൂസിന്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. ഇന്ന് ഈ യാത്രയിൽ നാം ആദ്യം എത്തിച്ചേരുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതമായ എഫേസോസിലാണ്. വളരെ സമ്പന്നമായ ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്ന എഫേസോസ്, ഉത്ഥിതനായ കർത്താവ് വെളിപാടിലെ 7 സഭകൾക്ക് നൽകിയ സന്ദേശത്തിൽ ആദ്യത്തെ സന്ദേശം ലഭിച്ച എഫേസോസ്, ഈശോയുടെ പ്രത്യേക അഭിനന്ദനത്തിന് പാത്രമായ എഫേസോസ്, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെയും വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെയും എഫേസോസ്. എന്നാൽ ഇന്ന് എഫേസോസിൽ നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തകർന്നു കിടക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങളും മഹാനഗരമായിരുന്ന എഫേസോസിന്റെ അവശിഷ്ടങ്ങളുമാണ്. അവയുടെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തലയുയർത്തി നിൽക്കുന്ന മുസ്ലിം മോസ്കുകളാണ്. ഇന്ന് അവിടുത്തെ ക്രൈസ്തവ ജനസംഖ്യ എന്ന് പറയുന്നത് നാമമാത്രമാണ്. ഈ ഭയാനകമായ വീഴ്ച എഫേസോസിന് എങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണ് മഹാനഗരമായ എഫേസോസ് തകർന്ന് തരിപ്പണമായത്? എങ്ങനെയാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ഈറ്റില്ലമായിരുന്ന എഫേസോസിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് അപ്രത്യക്ഷമായത്? സ്വാഗതം വെളിപാടിലെ 7 സഭകൾ, മുന്നറിയിപ്പുകളും തിരിച്ചറിവുകളും. പടിഞ്ഞാറൻ തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന പൗരാണിക നഗരമാണ് എഫേസോസ്. മനുഷ്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന കാലഘട്ടം മുതൽ ചരിത്രരേഖകളിൽ കാണപ്പെടുന്ന പട്ടണമാണ് ഇത്. പൗരാണിക കാലഘട്ടം മുതൽ തന്നെ ലോക ഭൂപടത്തിൽ വളരെ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് നിലനിന്നിരുന്ന തുറമുഖ പട്ടണമായിരുന്നു എഫേസോസ്. പ്രധാനപ്പെട്ട വാണിജ്യ വ്യാപാര പാതകൾ സംഗമിച്ചിരുന്നത് എഫേസോസിലായിരുന്നു. ഈജിയൻ കടലിന് അഭിമുഖമായി കെയ്സ്റ്റർ നദിയുടെ മുഖവാരത്തിലാണ് എഫേസോസ് സ്ഥിതി ചെയ്തിരുന്നത്. നദിയിലെ സിൽട്ട് ബിൽഡപ്പ് മൂലം കടലിൽ നിന്നും 5 മൈൽ മാറിയാണ് ഇന്ന് എഫേസോസ് സ്ഥിതി ചെയ്യുന്നത്. യഹൂദർ തിങ്ങിപ്പാർത്തിരുന്ന, സാംസ്കാരികമായും വ്യവസായികമായും കാർഷികമായും അറിയപ്പെട്ട 2.5 ലക്ഷത്തോളം പേർ അധിവസിച്ചിരുന്ന മെഡിറ്ററേനിയൻ കടൽ തീര നഗരമായിരുന്നു പൗരാണിക കാലഘട്ടത്തിലും ആദിമ നൂറ്റാണ്ടുകളിലും എഫേസോസ്. ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിലെ സിംഗപ്പൂർ, ന്യൂയോർക്ക് തുടങ്ങിയ നഗരങ്ങളെ പോലെ ആ കാലഘട്ടത്തിൽ വളരെ വികസിതവും സമ്പൽ സമൃദ്ധവുമായിരുന്നു ഈ പട്ടണം. എഫേസോസ് എന്ന വാക്കിന്റെ അർത്ഥം ആകർഷണതയുള്ള, മോഹിപ്പിക്കുന്ന എന്നൊക്കെയാണ്. പേരിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങളെയും സാമ്രാജ്യങ്ങളെയും ആ കാലഘട്ടത്തിൽ മോഹിപ്പിച്ച ഒരു പട്ടണമായിരുന്നു എഫേസോസ്. വ്യാപാരത്തിനും പണമിടപാടുകൾക്കും വിജാതീയ ആരാധനയ്ക്കും മറ്റുമായി നിരവധി ആളുകളാണ് എഫേസോസിൽ ദിനം പ്രതി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരുന്നത്. പൗരാണിക ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ആർതെമിസിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് എഫേസോസിലാണ്. വിജാതീയ ദേവതയായ ആർതെമിസിനെ ആരാധിക്കുവാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് പൗരാണിക കാലഘട്ടത്തിലും ആദിമ നൂറ്റാണ്ടുകളിലും ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശമുണ്ട്. ഇത്രമേൽ മഹാനഗരമായ എഫേസോസ് ആണ് ആദിമ സഭയുടെ പ്രമുഖ സ്ഥാനമായത്. ഒരുപക്ഷെ ജെറുസലേമിന് ശേഷം ക്രൈസ്തവ സഭയുടെ ആരംഭകാലത്ത് എഫേസോസിനെ പോലെ പ്രാധാന്യമർഹിക്കുന്ന വേറൊരു ക്രിസ്തീയ നഗരം ഉണ്ടായിരുന്നില്ല. റോമാക്കാർ തങ്ങളുടെ ഏഷ്യൻ പ്രൊവിൻസിന്റെ അഥവാ ഏഷ്യ മൈനറിന്റെ തലസ്ഥാന നഗരമാക്കിയത് എഫേസോസിനെയായിരുന്നു. ഇവിടെ നിന്നും ഉത്ഖനനം ചെയ്ത നാണയങ്ങളിൽ ഫസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് മെട്രോപോളിസ് ഓഫ് ഏഷ്യ എന്ന വാചകം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് എഫേസോസ് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന 7 സഭകൾ നിലനിന്നിരുന്ന പട്ടണങ്ങളെല്ലാം എഫേസോസിലെ മാതൃസഭയുടെ നിയന്ത്രണത്തിലുള്ളതായിരുന്നു. ഇവിടെയെല്ലാം പൗരാണിക യഹൂദ സിനഗോഗുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ചിതറിപ്പാർക്കുന്ന യഹൂദരെ തേടിയാണല്ലോ ക്രിസ്തു ശിഷ്യന്മാർ ലോകം മുഴുവൻ സഞ്ചരിച്ചത്.
അക്കൂട്ടത്തിൽ വിശുദ്ധ യോഹന്നാനും വിശുദ്ധ പൗലോസ്ലീഹായും എഫേസൂസിൽ എത്തിച്ചേർന്നു. ലോക പ്രശസ്തമായ മതപരവും വാണിജ്യപരവുമായ കേന്ദ്രമായതുകൊണ്ട് തന്നെ വിശാലവും വൈവിധ്യമാർന്നതുമായ ജനസമൂഹങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുവാനുള്ള എഫേസൂസിന്റെ അനന്ത സാധ്യത ആദിമ സഭാപിതാക്കന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. നിരവധി ആദിമ സഭാപിതാക്കന്മാർ എഫേസൂസിന്റെ മണ്ണിൽ തീക്ഷ്ണതയോടെ സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് സ്ലീഹായുടെയും വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെയും മിഷൻ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദു എഫേസൂസ് ആയിരുന്നു. കടൽ തീരത്തുള്ള പട്ടണമാകിയാൽ റോമാ യാത്രയിൽ വിശുദ്ധ പത്രോസ് സ്ലീഹായും എഫേസൂസിൽ വന്നു കാണാനുള്ള സാധ്യത ഏറെയാണ്. വിശുദ്ധ പത്രോസിന്റെ ലേഖനങ്ങൾ എഫേസൂസിന് വേണ്ടിയായിരുന്നു എന്നത് അദ്ദേഹത്തിന് ഈ ദേശത്തോടുള്ള ബന്ധത്തിന്റെ തെളിവാണ്. കൂടാതെ യോഹന്നാനോടൊത്ത് പരിശുദ്ധ ദൈവമാതാവും എഫേസൂസിൽ താമസിച്ചിരുന്നതിനാൽ അപ്പസ്തോലന്മാർ എല്ലാവരും തന്നെ ആ കാലഘട്ടത്തിൽ എഫേസൂസിൽ വന്നു കാണുമെന്നും കരുതാം. രക്ഷകന്റെ അമ്മയെ സന്ദർശിക്കുക എന്നത് ആദിമകാല ക്രിസ്തു ശിഷ്യന്മാർക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. പപ്പിയാസ്, ഇഗ്നാത്തിയോസ് തുടങ്ങിയ വിശുദ്ധന്മാരുടെ എഴുത്തുകളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ സുവിശേഷം എഴുതിയത് എഫേസൂസിൽ വെച്ചായിരുന്നു എന്നത് തർക്കമറ്റ സംഗതിയാണ്. വെളിപാട് പുസ്തകത്തിലെ പരാമർശങ്ങളെല്ലാം എഫേസൂസിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ രൂപപ്പെട്ട സഭകളെ സംബന്ധിച്ചാണ്. ആദ്യത്തെ എപ്പിസോഡിൽ നാം പരാമർശിച്ചതുപോലെ വിശുദ്ധ പൗലോസ് സ്ലീഹ ഒന്നാമത്തെ കൊരിന്ത്യ ലേഖനവും ഗലാത്യ ലേഖനവും എഴുതിയത് എഫേസൂസിൽ താമസിക്കുന്ന സമയത്തായിരുന്നു. അദ്ദേഹം തടവറയിൽ കഴിയുമ്പോഴായിരുന്നു എഫേസൂസിലെയും ഏഷ്യ മൈനറിലെയും മറ്റൊരു പട്ടണമായ കൊളോസൂസിലെ സഭകൾക്ക് വേണ്ടി പ്രത്യേകം ലേഖനങ്ങൾ എഴുതിയത്. കാതോലിക്ക ലേഖനങ്ങളായ വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ 1, 2, 3 ലേഖനങ്ങൾ എഫേസൂസിലെയും ചുറ്റിലുമുള്ള മുഴുവൻ സഭകളെയും ഉദ്ദേശിച്ച് എഴുതിയതായിരുന്നു. വിശുദ്ധ പൗലോസ് സ്ലീഹായുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു എഫേസൂസ്. റോമ നഗരത്തിന് ശേഷം വിശുദ്ധ പൗലോസ് സ്ലീഹ ഏറ്റവും കൂടുതൽ കാലം സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എഫേസൂസിലായിരുന്നു. ഇവിടെ 2 വർഷത്തിലേറെ താമസിച്ച് അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. യഹൂദരോട് സിനഗോഗിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചുവെങ്കിലും അവർ അദ്ദേഹത്തിന്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞതായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസിന്റെ ഈ പ്രസംഗങ്ങളിലൂടെ അനേകർ ഈശോ മിശിഹായെ കുറിച്ച് കേൾക്കുകയും അവിടെ ക്രൈസ്തവ സഭ ശക്തിപ്പെടുകയും ചെയ്തു. റോമ കാരാഗൃഹത്തിൽ കഴിയുമ്പോഴാണ് എഫേസൂസ് സഭയ്ക്ക് അദ്ദേഹം നേരിട്ട് ഒരു ലേഖനം എഴുതിയത്. അത്രമേൽ വിശുദ്ധ പൗലോസിന്റെ ഹൃദയം കവർന്ന സഭകളിൽ ഒന്നായിരുന്നു എഫേസൂസിൽ നിലനിന്നത്. വിശുദ്ധ പൗലോസിന്റെ സന്തത സഹചാരിയായിരുന്ന ലൂക്ക സുവിശേഷം എഴുതിയത് ഏഷ്യ മൈനറിലെ അന്ത്യോക്യയിൽ വെച്ചോ എഫേസൂസിൽ വെച്ചോ ആയിരിക്കാമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ കാണപ്പെടാത്ത വിധം ഈശോ മിശിഹായുടെ ബാല്യകാല വിവരണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. എഫേസൂസിൽ താമസിച്ചിരുന്ന ദൈവമാതാവിനെ വിശുദ്ധ ലൂക്ക നേരിട്ട് കണ്ട് പല പ്രാവശ്യം സംസാരിച്ച് കാണാനുള്ള സാധ്യത ഏറെയാണ്. നീ എഫേസൂസിൽ താമസിക്കണമെന്ന് വിശുദ്ധ പൗലോസ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്തിൽ പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ പൗലോസിനെ പോലെ തിമോത്തിക്കും എഫേസൂസുമായി അടുത്ത ബന്ധമുണ്ടാകുവാൻ ഇത് കാരണമായി. യോഹന്നാന് ശേഷം എഫേസൂസിന്റെ ആദ്യത്തെ മെത്രാനായത് തിമോത്തിയോസ് ആയിരുന്നു. സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്ന അലക്സാണ്ട്രിയക്കാരൻ അപ്പോളോസ് എഫേസൂസിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചു. അക്വിലാസ്, പ്രിസ്കില്ല ദമ്പതികൾ അപ്പോളോസിനെ എഫേസൂസിൽ നിന്ന് കണ്ടുമുട്ടി. അപ്പസ്തോല പ്രവർത്തികളിൽ നാം ഇക്കാര്യം വായിക്കുന്നുണ്ട്. ഈ ദമ്പതികളെ എഫേസൂസിൽ നിന്ന് കണ്ടുമുട്ടിയതിനാൽ അപ്പോളോസിന്റെ തുടർന്നുള്ള ശുശ്രൂഷകൾ കൂടുതൽ സുവിശേഷാധിഷ്ഠിതമായി മാറി എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെയും അതിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും എല്ലാം പ്രധാന വിഹാര കേന്ദ്രമായിരുന്നു എഫേസൂസ് പട്ടണം. വിശുദ്ധ പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും അവന്റെ ശരീര സ്പർശനമേറ്റ തൂവാലകളിലൂടെ രോഗികൾക്ക് സൗഖ്യം വന്നതും എഫേസൂസിൽ വെച്ചായിരുന്നു. ഇവിടെ വെച്ച് യഹൂദ പുരോഹിതനായിരുന്ന സ്കേവായുടെ മക്കൾ പൗലോസിനെ അനുകരിച്ച് ഭൂതോച്ചാടനം നടത്തുവാൻ ശ്രമിക്കുന്നതും ഭൂതഗ്രസ്തൻ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ആദിമ ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ സ്ഥാനമുണ്ടായിരുന്നതും റോമ സാമ്രാജ്യത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ നഗരമെന്ന് അറിയപ്പെട്ടിരുന്നതുമായ എഫേസൂസിന്റെ ഇന്നത്തെ സ്ഥിതി ശോകമുഖമാണ്. വരണ്ടുണങ്ങി നിറം മങ്ങിക്കിടക്കുന്ന ഒരു സാധാരണ തുർക്കിഷ് പട്ടണമായ സെൽജുക്കിലാണ് പൗരാണിക എഫേസൂസ് നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരത്തിൽ അധിവസിക്കുന്നവരിൽ 99% മുസ്ലിം മതസ്ഥരാണ്.
ഇവിടെ നിർമ്മിക്കുന്ന എഫേസ് എന്ന ലഹരി കുറഞ്ഞ മദ്യത്തിന്റെ പേരിലാണ് ഇന്ന് തുർക്കിയിൽ എഫേസുസ് അറിയപ്പെടുന്നത് പോലും. എഫേസുസിന്റെ തകർച്ചയുടെ ഭയാനകത നേരിട്ട് കാണുവാനാണ് ഇന്നിവിടെ ആളുകൾ എത്തുന്നത്. ഉത്ഥിതനായ കർത്താവിൽ നിന്ന് ഏറ്റവും മനോഹരമായ അഭിനന്ദനങ്ങളിൽ ഒന്ന് ലഭിച്ചത് എഫേസുസിലെ സഭയ്ക്കാണ്. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇത് വായിക്കുന്നുണ്ട്. എഫേസുസ് സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനിയായ ഒരു സഭയായിരുന്നു. പീഡനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യേ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നവരായിരുന്നു അവർ. വ്യാജ പ്രബോധനമേത് സത്യപ്രബോധനമേത് എന്ന് തിരിച്ചറിയുവാനുള്ള പക്വതയും വിവേകവും അവർക്കുണ്ടായിരുന്നു. ശക്തമായ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സഭയായിരുന്നു എഫേസുസ് സഭ. എഫേസുസിലെ സഭ വിശ്വാസത്തിനു വേണ്ടി കൊടുത്ത വിലയുടെ ആ മഹത്വം അറിയണമെങ്കിൽ എഫേസുസ് സഭയോട് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്ന സാമൂഹികവും ഭൗതികവും മതപരവുമായ സാഹചര്യങ്ങളെ പറ്റി നാം ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതറിയണമെങ്കിൽ എഫേസുസ് എന്ന പൗരാണിക നഗരത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. പോകാം വെളിപാടിലെ 7 സഭകളുടെ മാതൃസഭയായ എഫേസുസിലേക്ക്. ഏഷ്യ മൈനറിലേക്കുള്ള ആ ഒരു യാത്രയിൽ ഈ മണ്ണിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പല ക്രൈസ്തവ പൈതൃക മേഖലകളും സന്ദർശിക്കുമ്പോൾ ഉള്ളിലൊരു വേദനയുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളെക്കാൾ സമ്പന്നമായ ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു മേഖലകൾ ഇന്ന് പാടെ നാമാവിശേഷമായിരിക്കുന്നു. വിരലിൽ എണ്ണാവുന്ന ക്രൈസ്തവ സമൂഹങ്ങൾ മാത്രമേ ഇന്ന് ആ പ്രദേശങ്ങളിലേക്കുള്ളൂ. ഇപ്പോൾ നാം ആയിരിക്കുന്നത് എഫേസുസ്. വളരെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് എഫേസുസ്, പൗരാണിക നഗരം. ഒരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടം വരെ ഈ എഫേസുസ് പട്ടണം ഒരു തുറമുഖ പട്ടണമായിരുന്നു. എന്നാൽ പിന്നീട് പ്രകൃതിക്ഷോഭങ്ങൾ മൂലം, പ്രകൃതിയിൽ സംഭവിച്ച മാറ്റങ്ങൾ മൂലം ഇപ്പോൾ അതൊരു തുറമുഖ പട്ടണമല്ല. റോമൻ സാമ്രാജ്യത്തിൻ്റെയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും മറ്റ് പല സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ അധിനിവേശങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു പട്ടണം കൂടിയാണ് ഈ ഒരു എഫേസുസ് പട്ടണം എന്ന് പറയുന്നത്. എന്നാൽ 14-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പടയോട്ടത്തിന് ശേഷം ഈ ഒരു നഗരം അക്ഷരാർത്ഥത്തിൽ നാമാവിശേഷമാവുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ റോമ നഗരത്തോളം, ഒരുപക്ഷെ റോമ നഗരത്തേക്കാൾ ഒരു പടി കൂടി കടന്ന് ക്രൈസ്തവ സഭകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട, അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യം ലഭിക്കേണ്ട ഒരു പട്ടണം തന്നെയായിരുന്നു ഈ ഒരു എഫേസുസ് പട്ടണം. നമ്മൾ ഇവിടേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ റോമ നഗരത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ കല്ല് പതിപ്പിച്ച വീഥികൾ, ജലധാരകൾ, മികച്ച യാത്രാ സൗകര്യങ്ങൾ, എൻജിനീയറിംഗ് വൈദഗ്ധ്യങ്ങൾ, വലിയ വലിയ സ്തൂപങ്ങൾ, മാർബിൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീഥികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിൻ്റെ തുടുപ്പുകൾ, പൈതൃകങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എഫേസുസ് കാലയവനികയ്ക്കുള്ളിൽ മറയുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് എഫേസുസിലെ സഭയ്ക്ക് സംഭവിച്ചത്? എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്? എഫേസുസിലെ സഭയിലെ ഈ പൗരാണിക നഗരത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അതിൻ്റെ തുടുപ്പുകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. എഫേസുസ് സഭയ്ക്ക് സംഭവിച്ച തകർച്ചയുടെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. പ്രാർത്ഥനയോടെ ഈ ഒരു യാത്രയിൽ നമുക്ക് പങ്കുചേരാം. നാം ഇന്നീ കാണുന്ന എഫേസുസ് പട്ടണം പണി കഴിപ്പിച്ചത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജനറൽമാരിൽ ഒരാളായ ലൈസിമാക്കോസ് ആണ്. BC 3-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഈ പട്ടണം പണി കഴിപ്പിച്ചത്. വളരെ സമ്പൽ സമൃദ്ധമായ പട്ടണമായിരുന്നതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ആക്രമണത്തെ ഭയന്ന് ബൃഹത്തായ ചുറ്റുമതിൽ പട്ടണത്തിന് ചുറ്റും നിർമ്മിച്ചിരുന്നു. അതിനാൽ തന്നെ 3 പ്രധാന പ്രവേശന കവാടങ്ങൾ എഫേസുസിനുണ്ടായിരുന്നു: മഗ്നീഷ്യൻ ഗേറ്റ്, കൊറേസൂസ് ഗേറ്റ്, ഹാർബർ ഗേറ്റ്. ഈ പ്രവേശന കവാടങ്ങളിലൂടെയാണ് വിശുദ്ധ പൗലോസ്ലീഹായും മറ്റ് ആദിമ സഭാപിതാക്കന്മാരും എഫേസുസിലേക്ക് പ്രവേശിച്ചത്. കൊറേസൂസ് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭവനത്തിലേക്കുള്ള റോഡിന്റെ സൈഡിലായാണ് മഗ്നീഷ്യൻ ഗേറ്റിന്റെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈസ്റ്റേൺ ഗേറ്റ് എന്ന പേരിലും ഈ ഗേറ്റ് അറിയപ്പെടുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തന്റെ 3-ാം പ്രേക്ഷിത യാത്രയിൽ എഫേസുസിലേക്ക് പ്രവേശിച്ചത് നാം ഈ കാണുന്ന മഗ്നീഷ്യൻ ഗേറ്റ് വഴിയാണ്. തുടർന്ന് 2.5 വർഷത്തോളമാണ് വിശുദ്ധ പൗലോസ്ലീഹ ധീരതയോടെ എഫേസുസിന്റെ മണ്ണിൽ സുവിശേഷം പ്രഘോഷിച്ചത്.
എഫേസുസ് എന്ന പൗരാണിക നഗരത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. അപ്പർ സിറ്റി എന്നും ലോവർ സിറ്റി എന്നും. അപ്പർ സിറ്റിയിൽ നിന്നാണ് നാം നമ്മുടെ സന്ദർശനം ആരംഭിക്കുന്നത്. ആദിമ സഭാപിതാക്കന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണിലൂടെയാണ് ഇനി സഞ്ചരിക്കാൻ പോകുന്നത് എന്ന ചിന്ത മനസ്സിന് നൽകിയ ആനന്ദം ചില്ലറയല്ല. പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഒരു സൈഡിലായി ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ വേലികെട്ടി തിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷകനായ ലൂക്കായുടെ ശവകുടീരമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. വലിയ ഒരു കുരിശും കാളയുടെ ചിത്രവും ആലേഖനം ചെയ്ത കല്ല് ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. വിശുദ്ധ ലൂക്കായെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് അത്. ബൈസന്റൈൻ കാലഘട്ടത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട ഒരു ചാപ്പലും അവിടെ നിലനിന്നിരുന്നു. എന്നാൽ ഇത് വിശുദ്ധ ലൂക്കായുടെ ശവകുടീരമാണ് എന്നതിനെ സംബന്ധിച്ച് ആധികാരികമായ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. വിശുദ്ധ ലൂക്ക വിശുദ്ധ പൗലോസ്ലീഹായുടെ യാത്രകളിലെ സന്തത സഹചാരിയായിരുന്നു. വിശുദ്ധ ലൂക്ക മരണപ്പെട്ടത് എഫേസുസിൽ വെച്ചാണ് എന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കുന്നത്. കാർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത ശേഷം നാം ആദ്യം പ്രവേശിക്കുന്നത് പൗരാണിക നഗരമായ എഫേസുസിലെ ഈ കാണുന്ന അപ്പർ സിറ്റിയിലേക്കാണ്. എഫേസുസിൽ 2 അഗോരകളാണ് ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് അഗോര എന്നറിയപ്പെടുന്ന അപ്പർ അഗോര, കൊമേഴ്ഷ്യൽ അഗോര എന്നറിയപ്പെടുന്ന ലോവർ അഗോര. ബിസിനസ്, സാമൂഹിക, രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ജനങ്ങൾ ഒന്നിച്ചുകൂടുന്ന സ്ഥലങ്ങളെയാണ് പുരാതന ഗ്രീക്ക്, റോമൻ നഗരങ്ങളിൽ അഗോര എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എഫേസുസിന്റെ ഭരണസിര കേന്ദ്രമായാണ് അപ്പർ അഗോര പ്രവർത്തിച്ചിരുന്നത്. റോമൻ ഫോറം, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഉൾപ്പെടെയുള്ള ഭരണസിരാ കേന്ദ്രങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്. ആധുനിക കാലഘട്ടത്തിലെ പാർലമെന്റ്, നിയമസഭ മന്ദിരങ്ങളുടെ ഒരു ചെറുപതിപ്പായിരുന്നു നാം ഈ കാണുന്ന അപ്പർ അഗോര. എഫേസുസ് നഗരത്തിന്റെ ഭരണകാര്യങ്ങളെ സംബന്ധിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. പേഗൻ ആരാധനകൾ നടന്നിരുന്ന നിരവധി ചെറുക്ഷേത്രങ്ങളും ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. ഇതിൽ പലതും തന്നെ റോമൻ ചക്രവർത്തിമാരുടെ പേരിലുള്ളതായിരുന്നു. ഇമ്പീരിയൽ കൾട്ട് ടെമ്പിൾസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അഗസ്റ്റസ് ചക്രവർത്തിയെ ആരാധിക്കുവാനായി BC 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം അപ്പർ അഗോരയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ജലസംഭരണശാലയും മികച്ച ജലവിതരണ സംവിധാനങ്ങളുമൊക്കെ അപ്പർ അഗോരയുടെ പ്രത്യേകതകളായിരുന്നു. റോമ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജലമെത്തിക്കുവാനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച പൈപ്പുകളുടെ അവശിഷ്ടങ്ങൾ അപ്പർ അഗോരയുടെ വിവിധ ഭാഗങ്ങളിലായി നമുക്ക് കാണുവാൻ സാധിക്കും. എഫേസുസ് ഉൾപ്പെടെയുള്ള റോമ നഗരങ്ങളുടെ പ്രത്യേകത അവർ കായികാഭ്യാസത്തിനും കായിക പരിശീലനത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നതാണ്. നിരവധി ജിംനേഷ്യങ്ങൾ എഫേസുസ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്നു. ഓട്ടമത്സരങ്ങളും ദ്വന്ദ്വയുദ്ധങ്ങളും രഥയോട്ടങ്ങളും മൃഗങ്ങളുമായുള്ള മൽപ്പിടുത്ത മത്സരങ്ങളും എഫേസുസ് നഗരത്തിൽ സർവ്വസാധാരണമായിരുന്നു. എതിരാളികളെ കൊലപാതകത്തിലൂടെ ഇല്ലാതാക്കുന്ന കായിക വിനോദങ്ങൾ ഏഷ്യയിൽ ആദ്യമായി ആരംഭിച്ചത് എഫേസുസിലായിരുന്നു. 6ഓളം ജിംനേഷ്യം കോംപ്ലക്സുകളുടെ അവശിഷ്ടങ്ങൾ എഫേസുസിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കായികാഭ്യാസങ്ങളും കായിക പരിശീലന കേന്ദ്രങ്ങളും പൊതു കുളിസ്ഥലങ്ങളും വിനോദ കേന്ദ്രങ്ങളും ഇത്തരം ജിംനേഷ്യങ്ങളിൽ നിലനിന്നിരുന്നു. അത്തരമൊരു ജിംനേഷ്യം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടാവശിഷ്ടങ്ങളുടെ മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നഗരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തന്നെ നാം കാണുന്നത് അപ്പർ ജിംനേഷ്യം എന്നറിയപ്പെടുന്ന കെട്ടിടം സ്ഥിതി ചെയ്തിരുന്ന മേഖലയിലേക്കാണ്. കായിക വിനോദങ്ങൾക്കും കായികാഭ്യാസങ്ങൾക്കും ഇത്രമേൽ പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ക്രിസ്തീയ ആത്മീയ സത്യങ്ങൾ വിവരിക്കുവാൻ കായികാഭ്യാസത്തെക്കുറിച്ചും കായിക മത്സരത്തെക്കുറിച്ചും യോദ്ധാവിനെക്കുറിച്ചുമുള്ള ഉപമകൾ ഉപയോഗിച്ചത്. എഫേസുസ് ലേഖനത്തിലും കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിലും നമുക്ക് ഇത്തരം ഉപമകൾ കാണുവാൻ സാധിക്കും. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം വിശുദ്ധ പൗലോസ്ലീഹ രചിച്ചത് എഫേസുസിൽ താമസിക്കുമ്പോഴായിരുന്നു. മൃഗങ്ങളുമായുള്ള പോരാട്ട മത്സരങ്ങൾ എഫേസുസിൽ സർവ്വസാധാരണമായതുകൊണ്ട് തന്നെയാണ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ എഫേസുസിൽ വെച്ച് താൻ വന്യമൃഗങ്ങളോട് പോരാടിയതായി വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. വന്യമൃഗങ്ങൾ എന്നത് വാച്യാർത്ഥത്തിൽ ല്ല വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത്, മറിച്ച് എഫേസുസിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന മാനുഷികമായിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു ഉപമയിലൂടെ പറയുന്നത്. നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ പാർലമെന്റിന് സമാനമായ ഒരു സംവിധാനമാണ് അപ്പർ അഗോരയിൽ നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഓഡിയോൺ ആംഫി തിയേറ്റർ. ബയോലറ്റേറിയോൺ എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. സെനറ്റ് സമ്മേളനങ്ങളും മറ്റും നടന്നിരുന്നത് ഇവിടെയാണ്. നഗരത്തിലെ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇവിടെയാണ്. 1500ഓളം പേർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. നമ്മൾ ഈ മഹാനഗരത്തിന്റെ അവശേഷിപ്പുകളിലൂടെ നടത്തുന്ന യാത്ര വെറുമൊരു ചരിത്ര പഠനമായി പ്രേക്ഷകർ കാണരുത്. ഉത്ഥിതനായ ഈശോ എഫേസുസിലെ സഭയ്ക്ക് നൽകിയ സന്ദേശത്തിന്റെ പശ്ചാത്തലവും അതിന്റെ അർത്ഥവും ആഴത്തിൽ ഗ്രഹിക്കണമെങ്കിൽ
ഈ തകർന്നു കിടക്കുന്നവ എന്താണെന്നും അവിടെ എന്താണ് നടന്നിരുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എഫേസൂസ് ഉൾപ്പെടെയുള്ള വെളിപാടിലെ 7 സഭകൾക്കും കർത്താവ് നൽകിയ സന്ദേശങ്ങളിൽ അതാത് സഭകളിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എഫേസൂസിലൂടെ നാം നടത്തുന്ന ഈ യാത്ര അതീവ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. വിജാതീയ പേഗൻ ആചാരങ്ങളുടെയും മ്ലേച്ഛമായ ലൈംഗിക അരാജകത്വങ്ങളുടെയും നടുവിലാണ് എഫേസൂസിലെ സഭ വളർന്നത്. സമ്പൽ സമൃദ്ധമായ നഗരമായതുകൊണ്ട് തന്നെ എല്ലാത്തരം ലൗകിക സുഖഭോഗങ്ങളുടെയും കേന്ദ്രം കൂടിയായിരുന്നു എഫേസൂസ് നഗരം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നഗരത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന ഈ പരസ്യ വ്യഭിചാരശാല. ഹൗസ് ഓഫ് പ്ലഷർ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഫേസൂസ് തുറമുഖം വഴി വ്യാപാരം നടത്തുന്നതിനായി നിരവധി പേരാണ് ദിനംതോറും എഫേസൂസ് പട്ടണത്തിൽ എത്തിച്ചേർന്നിരുന്നത്. അതിനാൽ തന്നെ നിരവധി പേരാണ് ഹൗസ് ഓഫ് പ്ലഷർ എന്ന് അറിയപ്പെട്ടിരുന്ന ഈ വ്യഭിചാരശാലയിൽ പാപവേഴ്ചകളിൽ ഏർപ്പെട്ടത്. എല്ലാത്തരം അശുദ്ധതയുടെയും മ്ലേച്ഛതയുടെയും ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഇത്. അവിടേക്ക് ജനങ്ങളെ ആകർഷിക്കുവാനായി 2000 വർഷം മുമ്പ് സ്ഥാപിച്ച പരസ്യഫലകം ഇന്നും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പാപവും ജഡികാസക്തിയും ജഡമോഹങ്ങളും സാമാന്യവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ എഫേസൂസിലെ ക്രൈസ്തവ വിശ്വാസികൾ തങ്ങളെ തന്നെ മലിനമാകാതെ തങ്ങളുടെ വിശ്വാസത്തെ നിർമ്മലമായി കാത്തുസൂക്ഷിച്ചു എന്നത് നാം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എഫേസൂസിൽ ആ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന ഇത്തരം മ്ലേച്ഛതകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് എഫേസൂസ് ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനത്തെ നാം കാണേണ്ടത്. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു, എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. അശുദ്ധിയിൽ നിന്നും ജഡിക പാപങ്ങളിൽ നിന്നും തങ്ങളെ നിർമ്മലമായി കാത്തു സൂക്ഷിച്ചതുകൊണ്ട് തന്നെയാണ് എഫേസൂസ് സഭയ്ക്കുള്ള സന്ദേശത്തിൽ കർത്താവ് ഇപ്രകാരം ആ സഭയോട് അരുൾ ചെയ്യുന്നത്: എന്നാൽ നിനക്ക് ഒരു ഗുണമുണ്ട്, നിക്കോളാവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ശരീരത്തിൽ എന്ത് പാപം ചെയ്താലും അത് തെറ്റല്ല, കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ചിരുന്നവരാണ് നിക്കോളാവോസ് പക്ഷക്കാർ. നാം കണ്ടതുപോലെ നിക്കോളാവോസ് പക്ഷക്കാരുടെ ചെയ്തികളെ വെറുത്തിരുന്നവരാണ് എഫേസൂസിലെ സഭാംഗങ്ങൾ. പേഗൻ ആരാധനകളും ആചാരങ്ങളുമൊക്കെ എഫേസൂസിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. പേഗൻ ദേവന്മാർക്കായി സമർപ്പിച്ചിരുന്ന, അവരെ ആരാധിക്കുവാനായി മാറ്റിവെച്ചിരുന്ന 30ഓളം വിജാതീയ ആരാധനാലയങ്ങളാണ് എഫേസൂസ് നഗരത്തിൽ മാത്രം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തരം ആരാധനകളിലും ആചാരങ്ങളിലും പങ്കെടുക്കുന്നില്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയും ജോലിയും പദവികളും അപകടത്തിലാകുന്ന അവസ്ഥയും സംജാതമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ എഫേസൂസിലെ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് ഒരു വസ്തുത. ഇത്തരം പേഗൻ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എഫേസൂസ് നഗരത്തിലെ സാമൂഹ്യ കൂട്ടായ്മകളിലും പൊതു ഭക്ഷണശാലകളിലും വിളമ്പിയിരുന്നു. ഇതിലൊന്നും പങ്കെടുക്കാത്തവർക്ക് ആ കാലഘട്ടത്തിൽ വലിയ ഒറ്റപ്പെടലുകളും അപമാനങ്ങളും അവഹേളനങ്ങളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം എഫേസൂസിലെ സഭാംഗങ്ങൾ ധീരമായ വിശുദ്ധിയും വേർപാടും പാലിച്ചിരുന്നു. എഫേസൂസിന്റെ മുക്കിലും മൂലയിലും നിരവധി പേഗൻ ക്ഷേത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പർ സിറ്റിയിൽ നിന്നും ലോവർ സിറ്റിയിലേക്ക് നാം നടക്കുമ്പോൾ ഇതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ദൃശ്യമാകും. സ്റ്റേറ്റ് അഗോരയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമായിരുന്നു പ്രൈറ്റാനിയോൺ. ഹെസ്റ്റിയ എന്ന വിജാതീയ ദേവതയ്ക്കായി സമർപ്പിക്കപ്പെട്ട അൾത്താരയും അവിടെ 24 മണിക്കൂറും ഈ ദേവതയുടെ പ്രീതിക്കായി ദീപനാളവും തെളിയിക്കപ്പെട്ടിരുന്നു. എല്ലാവിധ കൾട്ട് പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഈ കെട്ടിടം. പൗരാണിക എഫേസൂസിന്റെ റിലീജിയസ് പൊളിറ്റിക്കൽ സെന്ററായി കൂടിയാണ് ഈ കെട്ടിടം അറിയപ്പെട്ടിരുന്നത്. എഫേസൂസിലെ സിറ്റി മജിസ്ട്രേറ്റ് ഓഫീസ് കൂടിയായിരുന്നു ഈ കെട്ടിടം നിലകൊണ്ടത്. അർതെമീസിന്റെ ക്ഷേത്രത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പേഗൻ ആരാധനകളും വിഗ്രഹാരാധനകളും നടന്നിരുന്നത് എഫേസൂസിൽ ഈ കെട്ടിടത്തിലായിരുന്നു. പേഗൻ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പുരോഹിതരുടെ വിഹാര കേന്ദ്രം കൂടിയായിരുന്നു പ്രൈറ്റാനിയോൺ. മന്ത്രവാദ പ്രവർത്തനങ്ങളുടെയും ദുർമന്ത്രവാദത്തിന്റെയും ബ്ലാക്ക് മാജിക്കിന്റെയും ഒക്കെ വിളനിലം കൂടിയായിരുന്നു ഈ പ്രദേശം. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. റോമൻ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസിന്റെ കാലഘട്ടത്തിലാണ് ഈ കൾട്ട് കേന്ദ്രം എഫേസൂസിൽ പണി കഴിപ്പിച്ചത്. ഇവിടെ നിന്നും പിന്നീട് നാം എത്തിച്ചേരുന്നത് ഡൊമീഷ്യൻ സ്ക്വയറിലേക്കാണ്. എഫേസോസിലെ ആദിമ ക്രൈസ്തവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും വെല്ലുവിളിയും സൃഷ്ടിച്ച ടെമ്പിൾ ഓഫ് ഡൊമീഷ്യൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്.
ഡൊമീഷ്യൻ സ്ട്രീറ്റിന്റെ കിഴക്കൻ ഭാഗത്തായിട്ടാണ് ഡൊമീഷ്യൻ ചക്രവർത്തിയെ ആരാധിക്കുവാനായി സ്ഥാപിച്ച ടെമ്പിൾ ഓഫ് ഡൊമീഷ്യൻ സ്ഥിതി ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന ചക്രവർത്തിമാരെ ആരാധിക്കുവാനായി സ്ഥാപിക്കുന്ന ക്ഷേത്രങ്ങളെ ഇംപീരിയൽ നിയോകോറസ് ടെമ്പിൾ അല്ലെങ്കിൽ ടെമ്പിൾ വാർഡൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട എഫേസൂസിലെ ആദ്യത്തെ ടെമ്പിൾ ഇതായിരുന്നു. ഏഷ്യ മൈനറിലെ മൂന്നാമത്തെയും. AD 89-90 കാലഘട്ടത്തിലാണ് ഇത് പണി കഴിപ്പിച്ചത്. റോമൻ ചക്രവർത്തിമാർക്കായി ക്ഷേത്രങ്ങൾ പണികഴിപ്പിക്കുവാനുള്ള അധികാരം ലഭിക്കുക എന്നത് ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. കർത്താവും ദൈവവും എന്ന് സ്വയം വിശേഷിപ്പിച്ച റോമ ചക്രവർത്തിയായിരുന്നു ഡൊമീഷ്യൻ. ഡൊമീഷ്യനെ ആരാധിക്കുവാനുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണമാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ നാടുകടത്തിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ നഖശിഖാന്തം എതിർത്തതായും ചരിത്രം പറയുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ എഫേസൂസിലെ എല്ലാവരും വെള്ളവസ്ത്രം ധരിക്കുവാൻ ചക്രവർത്തി ആവശ്യപ്പെടുകയും എന്നാൽ യോഹന്നാൻ സ്ലീഹായുടെ നേതൃത്വത്തിൽ ആദിമ ക്രിസ്ത്യാനികൾ ഇത് അനുസരിക്കാനും കൂട്ടാക്കിയില്ല. നീറോയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം അഴിച്ചുവിട്ട റോമ ചക്രവർത്തി ഡൊമീഷ്യൻ ആയിരുന്നു. ക്ഷേത്രത്തെ ആദരിക്കണമെന്നും അംഗീകരിക്കണമെന്നും ഉദ്ഘാടന വേളയിൽ വെള്ളവസ്ത്രം ധരിക്കണമെന്നുള്ള ചക്രവർത്തിയുടെ കൽപ്പന അനുസരിക്കാൻ കൂട്ടാക്കാത്ത വിശുദ്ധ യോഹന്നാൻ സ്ലീഹായെ പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയായിരുന്നു. നഗരത്തിലെ വളരെ ഉയർന്ന പ്രതലത്തിൽ 16 അടിയോളം ഉയരമുള്ള ചക്രവർത്തിയുടെ പ്രതിമ ഉൾപ്പെടുന്നതായിരുന്നു ഡൊമീഷ്യൻ ടെമ്പിൾ. തന്നെ കർത്താവും ദൈവവുമായി ആരാധിക്കണമെന്ന ഡൊമീഷ്യന്റെ കൽപ്പന അനുസരിക്കാത്തവർക്ക് കർശനമായ പീഡന മുറകളായിരുന്നു നേരിടേണ്ടി വന്നത്. എഫേസുസ് തുറമുഖത്ത് വന്നിറങ്ങുന്ന ആർക്കും കാണാനാകുന്ന രീതിയിലായിരുന്നു ഡൊമീഷ്യന്റെ ഭീമാകാരമായ പ്രതിമ ടെമ്പിൾ ഓഫ് ഡൊമീഷ്യനിൽ സ്ഥാപിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. റോമാ സാമ്രാജ്യത്തിലെ പല രാജാക്കന്മാരും തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് രക്ഷകനായും കർത്താവായും ദൈവവുമായൊക്കെയാണ്. വളരെ വിസ്തീർണമുള്ള ഒരു സാമ്രാജ്യത്തിൽ പല സംസ്കാരത്തിൽപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് ജനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പല ചക്രവർത്തിമാരും തങ്ങളെ ദൈവമായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ വലിയ കടുംപിടുത്തം പിടിച്ചത് ഡൊമീഷ്യൻ ആയിരുന്നു. തന്നെ ആരാധിക്കാത്തവരെ വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇയാൾ വിധേയമാക്കിയിരുന്നു. വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ റോമാ സാമ്രാജ്യത്തിലെ എല്ലാവരും താന്താങ്ങളുടെ ശബ്ദത്തിൽ ചക്രവർത്തി ദൈവമാണ് എന്ന് ഉറക്കെ ഉദ്ഘോഷിക്കേണ്ടിയിരുന്നു. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമ്മർദ്ദങ്ങൾക്ക് നടുവിലും എഫേസൂസിലെ ക്രൈസ്തവർ ഒന്നാം പ്രമാണം ലംഘിക്കാതെ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നതാണ്. റോമാ സാമ്രാജ്യത്തിൽ പ്രത്യേകിച്ച് എഫേസൂസ് പോലുള്ള നഗരങ്ങളിൽ നിലനിന്നിരുന്ന ഇംപീരിയൽ കൾട്ട് അല്ലെങ്കിൽ ചക്രവർത്തിമാരെ സ്വയം ദൈവങ്ങളായി പ്രഖ്യാപിക്കുന്ന സാഹചര്യവും പ്രവണതയും നിലനിന്നിരുന്ന പശ്ചാത്തലത്തിലാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ ഉത്തിതനായ കർത്താവ് രാജാതിരാജാവായും സർവശക്തനായും രാജാക്കന്മാരുടെ അധിപതിയായും വിജയ ശ്രീലാളിതനായും തന്നെ സ്വയം വെളിപ്പെടുത്തിയത്. ഭൂമിയിലെ രാജാക്കന്മാർ അഴിച്ചുവിടുന്ന പീഡനങ്ങളുടെ നടുവിലും ഉറച്ചു നിൽക്കുന്ന വിശ്വാസി സമൂഹത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഇത്തരത്തിൽ തന്നെ സ്വയം വെളിപ്പെടുത്തിയത്. ചരിത്രത്തിലെ മറ്റൊരു കാവ്യനീതി എന്ന് പറയുന്നത് രാജാവായി സ്വയം പ്രഖ്യാപിച്ച ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ അന്ത്യം അയാളുടെ വേലക്കാരിൽ ഒരുവന്റെ കൈകളിലൂടെയായിരുന്നു എന്നതാണ്. ഡൊമീഷ്യന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ചെയ്തികളിൽ മനം മടുത്ത എഫേസൂസിലെ ജനങ്ങൾ ഡൊമീഷ്യന്റെ പ്രതിമ തകർക്കുകയും അദ്ദേഹത്തിന്റെ പേരും കൽപ്പനകളും ആലേഖനം ചെയ്ത ഫലകങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയുമായിരുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ജലധാരകളും ജലസംഭരണികളും നാം ഇപ്പോൾ നിൽക്കുന്ന ഡൊമീഷ്യൻ സ്ക്വയറിൽ സ്ഥിതി ചെയ്തിരുന്നു. 1800കളിലാണ് പുരാവസ്തു ഗവേഷകർ എഫേസൂസ് പൗരാണിക നഗരം സ്ഥിതി ചെയ്തിരുന്ന മേഖലയിൽ ഉത്ഖനനം ആരംഭിച്ചത്. ഡൊമീഷ്യൻ സ്ക്വയറിൽ പുരാവസ്തു ഗവേഷകർ ഒരു ഇൻസ്ക്രിപ്ഷൻ മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട്. എഫേസൂസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട വിവിധ എഴുത്തുകളും രാജകൽപ്പനകളും ഉത്തരവുകളും ആലേഖനം ചെയ്ത ഫലകങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇൻസ്ക്രിപ്ഷൻ മ്യൂസിയത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഏകദേശം 2000-ഓളം ഫലകങ്ങൾ നമുക്ക് ഇന്നിവിടെ കാണുവാൻ സാധിക്കും. BC 7-ാം നൂറ്റാണ്ടിലേതാണ് ഇവിടെ നിന്നും വീണ്ടെടുക്കപ്പെട്ട ഏറ്റവും പഴക്കം ചെന്ന ഫലകം. എഫേസൂസിൽ അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ പറ്റിയുള്ള ധാരണ ഇവിടെ നിന്നും നമുക്ക് ലഭിക്കും. ഫലകങ്ങളിൽ എഴുതിയിരിക്കുന്നവയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഇതോടൊപ്പം നമുക്ക് ലഭ്യമാണ്.
ഡൊമീഷ്യൻ സ്ക്വയറിലെ മറ്റ് പ്രധാനപ്പെട്ട അവശേഷിപ്പുകളാണ് മെമ്യൂസ് മോണുമെന്റ്, മോണുമെന്റ് ഓഫ് പോളിയോ, ഫൗണ്ടെയിൻ ഓഫ് ഡൊമീഷ്യൻ തുടങ്ങിയവ. BC 1-ാം നൂറ്റാണ്ട് മുതൽ AD 92 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. വെളിപാടിലെ പുസ്തകത്തിൽ കർത്താവ് അരുൾ ചെയ്യുന്ന പല വചനങ്ങൾക്കും എഫേസോസ് പോലുള്ള റോമാ നഗരങ്ങളിലെ സാമൂഹ്യ സാഹചര്യങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മെമ്യൂസ് മോണുമെന്റിൽ കാണുന്ന ഫ്ലൈയിങ് നൈറ്റ് എന്നറിയപ്പെടുന്ന വിജാതീയ ഗ്രീക്ക് ദേവതയുടെ ചിത്രം. വിജയത്തിന്റെ ദേവതയായാണ് ഫ്ലൈയിങ് നൈക്കിനെ കണ്ടിരുന്നത്. നൈക്കിന്റെ കയ്യിൽ നമുക്കൊരു കിരീടവും ഒലിവിന്റെ ശിഖരവും കാണുവാൻ സാധിക്കും. വിജയികൾക്കുള്ള സമ്മാനമായാണ് ഇത് കരുതപ്പെടുന്നത്. നൈക്കാവോ എന്ന വാക്കിനർത്ഥം വിജയം കൈവരിച്ചവർ എന്നാണ്. വെളിപാടിലെ 7 സഭകൾക്കുമുള്ള സന്ദേശങ്ങൾ അവസാനിക്കുന്നത് വിജയം കൈവരിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ തരുമെന്ന് സ്മിർനായിലെ സഭയോട് കർത്താവ് അരുൾ ചെയ്യുന്നതായി നാം വായിക്കുന്നുണ്ട്. എഫേസുസ് പോലുള്ള റോമാ നഗരങ്ങളിൽ നടത്തപ്പെട്ടിരുന്ന കായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് കിരീടം സമ്മാനിക്കുന്ന പതിവ് ആ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, വിജയത്തിന്റെ ഒരു ചിഹ്നമായാണ് ഒലിവ് ശിഖരത്തെ കണ്ടിരുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വെളിപാട് പുസ്തകത്തിൽ വിജയികൾക്ക് സമ്മാനമായി കിരീടം നൽകും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നത്. ഈ കാണുന്ന ഗേറ്റ് ഓഫ് ഹിറാക്കിൾസിൽ നിന്നാണ് എഫേസോസിലെ പ്രധാന തെരുവായ ക്യൂറേറ്റസ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത്. എഫേസോസിലെ പ്രധാന ലക്ഷറി അവന്യൂ എന്ന് വേണമെങ്കിൽ ഈ സ്ട്രീറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഹെറാക്കിൾസ് ഗേറ്റ് മുതൽ ലൈബ്രറി ഓഫ് സെൽസൂസ് വരെ നീണ്ടു നിൽക്കുന്നതാണ് ക്യൂറേറ്റസ് സ്ട്രീറ്റ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ട്രീറ്റിന്റെ ഏകദേശ രൂപം ഇങ്ങനെയായിരുന്നു. സ്ട്രീറ്റ് ഓഫ് എംബോളോസ് എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലീഹായും വിശുദ്ധ യോഹന്നാൻ സ്ലീഹായും ഒക്കെ നടന്ന വഴിയിലൂടെയാണ് നാം ഇപ്പോൾ നടക്കുന്നത്. സന്തോഷവും സങ്കടവും കലർന്ന സമ്മിശ്ര വികാരമാണ് ഈ തെരുവിലൂടെ നടക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വന്നത്. വിശുദ്ധ പൗലോസ് സ്ലീഹായും വിശുദ്ധ യോഹന്നാൻ സ്ലീഹായും ഒക്കെ നടന്നു നീങ്ങിയ മണ്ണിലൂടെ നടക്കാൻ സാധിക്കുന്നത് മനസ്സിന് ആഹ്ലാദം പകരുന്നുണ്ടെങ്കിലും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന എഫേസു സഭയുടെ ഈ ഒരു കാഴ്ച മനസ്സിൽ സങ്കടം സമ്മാനിക്കുന്നു. മാർബിൾ പാകിയ ഈ വീതിയുടെ താഴെയായി നഗരത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ജലം എത്തിക്കുന്നതിനും മറ്റുമായി മൺപൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു. തെരുവിന്റെ ഇരുവശത്തുമായി നിരവധി കടകളും വാണിജ്യ സ്ഥാപനങ്ങളും ആ കാലത്ത് നിലനിന്നിരുന്നു. വഴിയുടെ ഇരുവശങ്ങളിലുമായി നഗരത്തിൽ സ്തുത്യർഹമായി സേവനം ചെയ്തവരുടെ പ്രതിമകൾ ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ചിരുന്നു. അലക്സാൻഡ്രോസ് എന്നറിയപ്പെടുന്ന ഒരു ഡോക്ടറുടെ പ്രതിമ ഇന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്യൂറേറ്റസ് തെരുവിലൂടെ നടക്കുമ്പോൾ തെരുവിന്റെ ഇരുവശത്തായി നിരവധി കെട്ടിടങ്ങളുടെ അവശേഷിപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ക്യൂറേറ്റസ് സ്ട്രീറ്റിന്റെ വടക്കേ അറ്റത്തേക്ക് നാം നടക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് ഈ കാണുന്ന ഫൗണ്ടെയിൻ ഓഫ് ട്രാജനിലാണ്. അഗസ്റ്റസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. എഫേസോസ് നഗരത്തിന്റെ ജലവിതരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ചിരുന്നത് ഫൗണ്ടെയിൻ ഓഫ് ട്രാജൻ ആയിരുന്നു. 40 കിലോമീറ്റർ അകലെയുള്ള കെയ്സ്റ്റർ നദിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്നിരുന്ന അക്യൂഡക്ട് എത്തിച്ചേർന്നിരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജലം എത്തിച്ചിരുന്നത്. എഫേസൂസിലെ ജലവിതരണ സംവിധാനം ആ കാലഘട്ടത്തിലെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയായിരുന്നു. ക്യൂറേറ്റസ് സ്ട്രീറ്റിന്റെ വശത്തായി സ്ഥിതി ചെയ്യുന്ന ഫൗണ്ടെയിൻ ഓഫ് ട്രാജൻ, ടെമ്പിൾ ഓഫ് ഹാഡ്രിയാൻ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സ്കോളാസ്റ്റിക്ക ബാത്സ്. ഒരു പൊതു കുളിസ്ഥലമായിരുന്നു ഇത്. പ്രാചീന റോമൻ നഗരങ്ങളിലെ പതിവ് കാഴ്ചകളാണ് ഇത്തരത്തിലുള്ള പബ്ലിക് ബാത്ത്. ചൂടുവെള്ളവും തണുത്ത വെള്ളവുമൊക്കെ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടങ്ങളിൽ നിലനിന്നിരുന്നു. എഫേസൂസിലെ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായുള്ള പൊതു ശൗചാലയവും ഇവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്. അല്പം ഓക്വേർഡായി തോന്നാമെങ്കിലും നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെയുള്ള മറയൊന്നും ആ കാലഘട്ടങ്ങളിൽ ശൗചാലയങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എഫേസൂസിലെ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇത്തരത്തിലുള്ള പൊതു കുളിസ്ഥലവും പൊതു ശൗചാലയങ്ങളുമൊക്കെ. സാധാരണ ജനങ്ങളുടെ കൂടിച്ചേരലുകളുടെ ഇടം കൂടിയായിരുന്നു ഇവിടം. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഇവിടെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. വിവിധ കായിക വിനോദങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കൂടി ഇത്തരം പൊതു കുളിസ്ഥലങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു. AD 2-ാം നൂറ്റാണ്ടിൽ ഹാഡ്രിയൻ ചക്രവർത്തിക്കായി നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രവും ക്യൂറേറ്റസ് സ്ട്രീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്യൂറേറ്റസ് സ്ട്രീറ്റിലൂടെ നാം വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ടെറസ് ഹൗസസ് എന്നറിയപ്പെടുന്ന ഈ ഹൗസിംഗ് കോംപ്ലക്സിലേക്കാണ്. ആധുനിക കാലഘട്ടത്തിലെ ലക്ഷറി വില്ല അപ്പാർട്ട്മെന്റുകൾക്ക് സമാനമാണ് ഈ ഹൗസിംഗ് കോംപ്ലക്സ്. എഫേസൂസ് നഗരത്തിലെ ധനികരായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്നത് ഇവിടെയാണ്. ആധുനിക പാർപ്പിട സമുച്ചയങ്ങളോട് കിടപിടിക്കുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള ജലവിതരണ സംവിധാനങ്ങൾ, ശുചിമുറികൾ, താപനില ക്രമീകരിക്കുവാനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയവ ഈ ഹൗസിംഗ് കോംപ്ലക്സിലുണ്ടായിരുന്നു. വീടിന്റെ അകത്തളം വിവിധ പെയിന്റിങ്ങുകൾ കൊണ്ടും മൊസൈക്കുകൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്.
ഒലിവോയിൽ ഉപയോഗിച്ച് കത്തിക്കാവുന്ന ദീപങ്ങൾ ആദിമ നൂറ്റാണ്ടുകളിൽ ഈ ഭവനങ്ങളെ രാത്രികാലങ്ങളിൽ പ്രകാശഭരിതമാക്കി. ഗൃഹോപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ, അലങ്കാര വസ്തുക്കൾ, നാണയങ്ങൾ അടക്കം വിലപിടിപ്പുള്ള നിരവധി വസ്തുക്കൾ പുരാവസ്തു ഗവേഷകർ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ആധുനിക ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് മുമ്പിൽ നാം പലപ്പോഴും കാണാറുള്ളതിന് സമാനമായ ഷോപ്പിംഗ് കോംപ്ലക്സും ഒരു പൊതു ഭക്ഷണശാലയും റെസ്റ്റോറന്റും ഈ കാണുന്ന ടെറസ് ഹൗസസിന് മുന്നിൽ പ്രവർത്തിച്ചിരുന്നു. നടുമുറ്റത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന നിരവധി റൂമുകൾ, അതിൽ അടുക്കളയും ഡൈനിങ് റൂമും ഒക്കെ ഉൾപ്പെടുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ വിശുദ്ധ പൗലോസ്ലീഹയും വിശുദ്ധ യോഹന്നാൻ സ്ലീഹയും വിശുദ്ധ തീത്തോസുമൊക്കെ ഈ ഭവനങ്ങളിലെത്തി സുവിശേഷം പ്രസംഗിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ക്രിസ്തുമതത്തിന്റെ വളർച്ചയുടെ ആദ്യ നാളുകളിൽ ആദിമ ക്രൈസ്തവർ സമ്മേളിച്ചിരുന്നത് വീടുകളിലായിരുന്നു. എഫേസുസ് നഗരത്തിലെ ധനികരായ പലരും ആ കാലഘട്ടത്തിൽ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആദിമ ക്രൈസ്തവരുടെ പല സമ്മേളനങ്ങളും യോഗങ്ങളും ഈ വീടിനകത്ത് നടന്നിട്ടുണ്ടാകാമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പരിശുദ്ധ ബൈബിളിലും ഇത് സംബന്ധിച്ച ചില തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസിലെ തന്റെ ശുശ്രൂഷയെപ്പറ്റി വിവരിക്കുന്നുണ്ട്. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. പൊതുസ്ഥലത്ത് വെച്ചും വീട് തോറും വന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇത് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ടെറസ് ഹൗസിംഗ് കോംപ്ലക്സിൽ സുവിശേഷം പ്രസംഗിച്ചതിന്റെ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആദിമ ക്രൈസ്തവരുടെ പ്രാർത്ഥനകൾ കൊണ്ടും സ്തുതി ആരാധനകൾ കൊണ്ടും സങ്കീർത്തന ആലാപനങ്ങൾ കൊണ്ടും വിശുദ്ധ പൗലോസ്ലീഹായുടെ തീക്ഷ്ണമായ പ്രസംഗങ്ങൾ കൊണ്ടും 2000 വർഷങ്ങൾക്ക് മുമ്പ് മുഖരിതമായിരുന്ന ഈ ഭവനങ്ങളിൽ നിൽക്കുമ്പോൾ അത് മനസ്സിന് സമ്മാനിച്ചത് പ്രത്യേകമായ ഒരു ആത്മീയ അനുഭവം തന്നെയായിരുന്നു. ക്യൂരേറ്റസ് സ്ട്രീറ്റിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് റോഡ് എത്തി നിൽക്കുന്നത് നാം ഈ കാണുന്ന ട്രൈഡോസ് ജംഗ്ഷനിലാണ്. എഫേസുസ് നഗരത്തിലെ 3 പ്രധാനപ്പെട്ട റോഡുകൾ ഇവിടെയാണ് സംഗമിക്കുന്നത്. ഇവിടെ നേരത്തെ വിജാതീയ ദേവതയായ ആർതെമിസിന്റെ ഒരു പ്രതിമ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 4-5 നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതം ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ ദിമിയാസ് എന്നൊരാൾ ആർതെമിസിന്റെ പ്രതിമ തകർക്കുകയും അവിടെ വിജയ ശ്രീലാളിതനായ കർത്താവിന്റെ കുരിശ് സ്ഥാപിച്ചതായും ഇവിടെ നിന്നും കണ്ടെടുത്ത ഒരു ഫലകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുമതം എഫേസോസിൽ ശക്തി പ്രാപിച്ചതോടെ ഇത്തരത്തിൽ നിരവധി വിജാതീയ പേഗൻ വിഗ്രഹങ്ങളാണ് വിശ്വാസ തീക്ഷ്ണതയാൽ ജ്വലിച്ച് ക്രൈസ്തവർ എഫേസോസിൽ ഉടനീളം ആ കാലഘട്ടത്തിൽ തകർത്ത് കളഞ്ഞത്. എഫേസോസിന്റെ ഇന്റലക്ച്വൽ വൈബ്രൻസിയുടെ വലിയൊരു തെളിവാണ് നാം ഈ കാണുന്ന കെട്ടിടം. ഇതാണ് ലൈബ്രറി ഓഫ് സെൽസൂസ്. ഏകദേശം 12,000-ഓളം പുസ്തക ചുരുളുകൾ ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അലക്സാൻഡ്രിയയ്ക്കും പെർഗമമിനും ശേഷം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയായിരുന്നു ഇത്. ഹിറാക്കിൾസ് ഗേറ്റിൽ നിന്നും ക്യൂറേറ്റസ് സ്ട്രീറ്റ് വഴി നടന്നാൽ നാം എത്തിച്ചേരുന്നത് സെൽസൂസ് ലൈബ്രറിയിലാണ്. AD 117 ഈ ലൈബ്രറി പണി കഴിപ്പിച്ചത്. ജൂലിയസ് സെൽസൂസ് ആണ് ഇത് പണി കഴിപ്പിച്ചത്. എഫേസുസിലെ കൗൺസിലറായിരുന്ന തന്റെ പിതാവിന്റെ ബഹുമാനാർത്ഥമാണ് ജൂലിയസ് സെൽസസ് ഈ ലൈബ്രറി പണി കഴിപ്പിച്ചത്. പൗരാണിക എഫേസുസ് നഗരത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന നിർമ്മിതിയാണ് സെൽസൂസ് ലൈബ്രറി. 2000 വർഷങ്ങൾക്ക് മുമ്പ് സെൽസൂസ് ലൈബ്രറി എങ്ങനെയാണ് നിലകൊണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. AD 262 ഭൂകമ്പത്തെ തുടർന്നോ ഗോതിക് ഇൻവേഷന്റെ തൽഫലമായോ ഉണ്ടായ തീപിടുത്തത്തിലാണ് ഈ പുരാതന ലൈബ്രറിയുടെ ഉൾഭാഗം പൂർണ്ണമായും കത്തിനശിച്ചത്. പിന്നീട് 10-ാം നൂറ്റാണ്ടിലുണ്ടായ ഭൂകമ്പത്തിൽ ഈ ലൈബ്രറിയുടെ മുഖവാരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി തകർന്നടിയുകയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം 1970-കളിലാണ് പിന്നീട് പുരാവസ്തു ഗവേഷകർ ഈ ലൈബ്രറിയുടെ നാം ഇപ്പോൾ കാണുന്ന മുഖവാരം പുനർനിർമ്മിച്ചത്. സെൽസൂസ് ലൈബ്രറിയിൽ നിന്നും ഗേറ്റ് ഓഫ് മാസ്യൂസ് ആൻഡ് മൈത്രഡേറ്റ്സ് വഴിയാണ് എഫേസുസ് നഗരത്തിന്റെ ഈ കാണുന്ന വാണിജ്യ വ്യാപാര കേന്ദ്രമായിട്ടുള്ള കൊമേഴ്ഷ്യൽ അഘോരയിൽ നാം എത്തിച്ചേരുന്നത്. മാസ്യൂസ് മൈത്രഡേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അടിമകളായ 2 വ്യക്തികളാണ് കവാടം പണി കഴിപ്പിച്ചത്. AD 40 ഇത് പണി കഴിപ്പിക്കപ്പെട്ടത്. തങ്ങളെ സ്വതന്ത്രരാക്കിയ അഗസ്റ്റസ് ചക്രവർത്തിയോടുള്ള ബഹുമാനാർത്ഥമാണ് മാസ്യൂസും മൈത്രഡേറ്റ്സും ഈ കവാടം പണി കഴിപ്പിച്ചത്. എഫേസുസ് തുറമുഖത്തേക്കുള്ള പ്രധാന പാതയിൽ സ്ഥിതി ചെയ്തിരുന്നതിനാൽ വിശുദ്ധ പൗലോസ്ലീഹ ഉൾപ്പെടെയുള്ള ആദിമ സഭാപിതാക്കന്മാർ പലതവണ ഈ കവാടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. എഫേസുസിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. എഫേസുസ് അപ്പർ സിറ്റിയിലൂടെയാണ് ഈ എപ്പിസോഡിൽ നാം യാത്ര ചെയ്തത്. അടുത്ത എപ്പിസോഡിൽ ആദിമ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമേറിയ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന നിരവധി സ്ഥലങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു.
പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ പള്ളി, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന വെള്ളപ്പണിക്കാരുടെ ലഹള ആരംഭിച്ച കൊമേഴ്ഷ്യൽ അഗോര ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങൾ നമുക്കിനി കാണാനുണ്ട്. ഒപ്പം ഇത്രത്തോളം വിശ്വാസത്തിൽ ദൃഢമായി ഉറച്ചു നിന്ന എഫേസുസ് സഭയ്ക്ക് സംഭവിച്ച വീഴ്ച എന്താണ്? എങ്ങനെയാണ് ആ സഭ തകർന്നു വീണത്? അതീവ നിർണായകമായിട്ടുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എഫേസുസിലെ മറ്റ് പ്രധാനപ്പെട്ട കാഴ്ചകളും നമുക്ക് കാണാം അടുത്ത എപ്പിസോഡിൽ. അതുവരെ കാത്തിരിക്കാം പ്രാർത്ഥനയോടെ.